ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് ഞാൻ രാവിലെ എണീച്ച് നിങ്ങളൊക്കെ കഴിഞ്ഞ പോയിക്കോട്ടല്ലോ, കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇത് സൈനസൈറ്റിസ് കൂടിയ മൂർജിച്ച അവസ്ഥയിൽ ഇത് അപ്ലൈയും ചെയ്യരുത്, ഇത് ആപ്ലിക്കബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെയിലി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവമാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. സോ എല്ലാവരെയും സൈനസൈറ്റിസ് കെയർ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും എൻ്റെ ഒച്ച പിടിച്ചിരിക്കുന്നത് നോക്കിക്കുക. നമ്മുടെ നിത്യ ഉപയോഗത്തിനുള്ള ടെർമറിക്, മഞ്ഞപ്പൊടി. ഇത് വാച്ച് ചെയ്യുന്ന വേറെ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ, സോ ഐ എം വെൽക്കമിങ് യു ഓൾ to a vlog where I am showing you the tips how to tackle out sinusitis day by day at home. So welcome you all to the vlog. So for this particular tip you need to have only turmeric, which of course in all kitchen we will be having. വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാലും ടെർമറിക് എല്ലാവരും വീട്ടിൽ കാണുന്ന ഒരു സാധനം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ആ സാധനം എല്ലാവരും കറികൾക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ നമ്മുടെ ഉപ്പാണ്. ആ ഉപ്പ് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഉപ്പും ഈ സാധനം എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇത് രണ്ടും, പിന്നെ വെള്ളം ഓഫ് കോഴ്സ് കാണും. ചിലർ വെള്ളം ടാങ്കറിൽ അടിക്കുന്നുണ്ടാവും, ചിലർക്ക് കിണറ്റിൽ നിന്ന് കാണും. എന്തായാലും വെള്ളമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മിനറൽ വാട്ടർ എങ്കിലും മേടിക്കും. അപ്പോൾ ആ വെള്ളവും ഈ സാധനവും ഉപ്പും വെച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണുക. ഓക്കെ, വരൂ നമുക്ക് നമ്മുടെ ഇതിലേക്ക് സ്റ്റീം പ്രൊസീജിയറിലേക്ക് കടക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ അടുപ്പ് കൊളുത്തുക. ഞാൻ മാച്ച് സ്റ്റിക്ക് എടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റർ യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അടുപ്പ് കൊളുത്തുക. അത് അടുപ്പ് കൊളുത്തി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ പുട്ടുകുടത്തിൽ കുറേ വെള്ളം നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട വെള്ളം, കംപ്ലീറ്റ് വരെ നിറയ്ക്കണമെന്ന് ഞാൻ പറയൂല. അതിവിടെ വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ്, മാച്ച് സ്റ്റിക്ക് കറക്റ്റ് സ്ഥലങ്ങളിൽ ഇടുക. പിന്നെ ഞാൻ പറഞ്ഞ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, ഇച്ചിരി മതി. പിന്നെ ഉപ്പ്, ഇത് രണ്ടും ഇതിനകത്തോട്ട് ഇടുക. അത് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പരിപാടി. മഞ്ഞപ്പൊടി പുറത്തെങ്ങാനും സ്പില്ലായിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തി ആക്കുക. ഓട്ടോമാറ്റിക്കലി അത് സ്പില്ലാവും, ചെയ്യുന്നവർക്കറിയാം. ഇനി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഇത് കൂട്ടി വയ്ക്കുക. അതിൻ്റെ ബർണർ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, തിളപ്പിക്കാൻ ശ്രമിക്കുക. ഇത് പുട്ടുകുടത്തിൽ ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ പുട്ടുകുടം ഇല്ലാത്തവർ കാണുമല്ലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ചെയ്താലും മതിയാവും. ഇത് നോക്കിക്കോ, ഇത് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല ആവി വന്നതിന് ശേഷം നമ്മൾ മുഖം ഇതിലോട്ട് കാണിക്കുക. അതായത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ സഹിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ ഒരു മുഖം പൊള്ളി വെച്ചിട്ട് എൻ്റെ ചാനലിനെ കുറ്റം പറയരുത്. സോ അത്യാവശ്യം ചൂട് കുറച്ച് മോഡറേറ്റ് നമുക്ക് സഹിക്കാൻ, കൈ വെച്ചൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ മുഖത്ത് ജസ്റ്റ് കാണിക്കുക. വേണമെങ്കിൽ നമുക്ക് കംഫർട്ടായി ഒരു ചെയറിൽ ടേബിളിൽ കൊണ്ടുവച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഒരു മുഖം മൊത്തം കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സൈനസൈറ്റിസിൻ്റെ കുറച്ചൊരു തലവേദനയും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും. ഞാനിത് ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകും, അപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് തിളക്കട്ടെ. ഓക്കെ, so you need to put turmeric and salt, common salt which I told, inside the water and let the water boil. Let it boil nicely. After it boil nicely, for that you have to keep the burner to the moderate level. Then you have to off the burner. Then you can show your face. Once the heat is tolerable, you can check with your hand, you can show it all over the face. So I guess this will be a solution to those people who are having headaches based on sinusitis. You can take this daily to reduce the level of your sinusitis disease. ഇപ്പോൾ സൈനസൈറ്റിസ് കുറയ്ക്കാൻ ഡെയിലി ഇത് ചെയ്താൽ നല്ലതായിരിക്കും, ആ തലവേദനയും കാര്യങ്ങളും കുറയ്ക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ടിൽ ഇറ്റ് ഗെറ്റ് ബോയിൽഡ്. അങ്ങനെ നമ്മുടെ ഈ സാധനം നന്നായിട്ട് വെട്ടിത്തിളച്ചു. ഞാനത് ഓഫ് ചെയ്തു, ഇച്ചിരി സ്പില്ലായി. അപ്പം എനിക്കൊരു കോള് വന്നുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ അത് നല്ല ആവി വരുന്നുണ്ട്. ഇത് കുറച്ച് ആവി ഇച്ചിരി ഒരു മോഡറേറ്റ് ആകുമ്പോൾ നമുക്ക് മുഖത്ത് കാണിക്കാം. ഓക്കെ, സോ നൗ it's completely boiled. I couldn't shoot the boiling part because my one call came accidentally in my mobile. But this is high vapor wala time. Now when this vapor gets into moderate level, we can show our face. നമ്മുടെ ഫേസ് ഇതൊരു മോഡറേറ്റ് ആകുമ്പോൾ കാണിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ കാണിക്കുമ്പോൾ വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ കാണിക്കുവാണ്.
ഇതേ ഇപ്പം സിന്ധുജിയുടെ മുഖത്ത് ആവി പറക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. നമ്മൾ ഫേസിൻ്റെ എല്ലാ ഭാഗവും കാണിക്കുക. പൊതുവെ ആവി കൊള്ളാൻ ഇച്ചിരി മടിയാണ് എനിക്ക്. പക്ഷേ ഈ സ്റ്റീം പോലെ വേറൊരു സംഭവം ഇതിലില്ല. നല്ല എഫക്റ്റീവായിട്ടുള്ള. സോ ഞാനിത് കൊള്ളട്ടെ, ബാക്കി അനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ സ്റ്റീമൊക്കെ കൊണ്ടു. അത്യാവശ്യം ഒരു ചെറിയൊരു റിലീഫ് അതിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഡേ ബൈ ഡേ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ്. യു വിൽ ഫീൽ ബെറ്റർ, ഐ ഗെസ് സോ. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഈ ഹെൽത്ത് ഹാക്ക് അല്ലെങ്കിൽ ടിപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. സോ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ മൈ കമൻറ്റ്സ് ഹൗ ദിസ് ഹെൽത്ത് ടിപ്പ് വാസ് ഇറ്റ് ബെനിഫിഷ്യൽ ടു യു ഓർ ഡിഡ് യു ഡു ദിസ്? സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് മൈ വ്ളോഗ്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ കുഞ്ഞി ഹെൽത്ത് ഹാക്ക് വ്ളോഗ് അവസാനിപ്പിക്കുന്നു. സോ എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ എല്ലാ കാര്യങ്ങളും എൻ്റർടൈൻമെൻ്റ് എല്ലാം എൻ്റെ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ എന്ത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. സോ പ്ലീസ് ഡു കീപ്പ് ഓൺ സപ്പോർട്ടിങ് മീ all throughout my vlog like this. And I expect my lovers to subscribe my small YouTube channel Sindhuja's Daily Dazzle. So until I meet you all with the next interesting vlog, this is your Sindhuja signing off. Bye.